collision has closed the A34 in both directions between Reading and Newbury. Emergency services are at the scene near Cheveley. Tragically, Thames Valley Police have confirmed one fatality. They are now urgently appealing for any eyewitnesses or dashcam footage. Wanna get down for the night here, demon. I just wanna feel, wanna breathe, wanna live it. Well, is it true that your love is a blessing? I just wanna feel, wanna love, wanna breathe it. Living it all out, I got no religion. I just wanna feel, wanna love, wanna breathe it. Is it on now? Is it on now? Get it on now. It's a showdown. Oh my എന്തോന്നടേ അടിച്ച് പൂക്കുറ്റിയായാലും കോഴിത്തരത്തിന് ഒരു കുറവില്ലല്ലോ. പോടെ ഈ സണ്ണി ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച അവൾ ഈസി ആയിട്ട് വളയും. കറക്റ്റ്, അത് ഞാൻ ഇപ്പം കണ്ടു. I'm just gonna shoot off man. Meeting a girl tonight. കേളോ ഡാ, നീ ആകെ അടിച്ച് പറ്റാണ്. ഈ കോലത്തിൽ ഡ്രൈ ചെയ്യണ്ട, പോലീസ് വല്ലതും കാണും വഴിയിൽ. ഈ സണ്ണി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ കാർ ഓടിച്ചവനാ. എത്ര അടിച്ചാലും വളയം പക്ക സ്ട്രൈറ്റ് ആയിരിക്കും. ഞാൻ പറയാനുള്ള പറഞ്ഞു, ബാക്കി നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. ഓ ശരി, അപ്പം ഞാൻ വിടുക. അഡിയോസ് അമീഗോസ്. ബ്രോ ഓക്കെ അല്ലേ? ഹലോ ഹലോ സണ്ണി, ഡാ എന്തു പറ്റി? ഹലോ ഡാ, എന്താ ഉണ്ടേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? I'm fine. വണ്ടി ഒന്ന് തട്ടി, വേറൊരു കാറ്. Think it fell into the ditch. ബ്രോ പോയി നോക്ക്, ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ? വേഗം 999 വിളിക്കുക. എന്നിട്ട് വേണം ഞാൻ കൊടുങ്ങാൻ. ഒന്ന് പോടാ, ഇവിടെങ്ങും ആരുമില്ല, ഞാൻ പോവാ. ബ്രോ എന്താ ചേട്ടാ മുഖത്തൊരു വിഷമം? അല്ല, നല്ലൊരു വിഷയമായിട്ട് മോള് കൂടിയില്ലല്ലോ. നീ അവളെ വിളിച്ചായിരുന്നോ? ഇല്ല, ഇതുവരെ വിളിച്ചില്ല. അവൾക്ക് ഇന്ന് ഏതോ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അവളോട് പറ, ഈ ഫ്രണ്ട്സൊക്കെ കറങ്ങി നടക്കാതെ പെട്ടെന്ന് വല്ല വിസ തരുന്ന ജോലിയും കണ്ടുപിടിക്കാൻ. എന്റെ ചേട്ടാ, അതൊക്കെ അവൾക്കറിയാം. ഫസ്റ്റ് റാങ്ക് മേടിച്ച് പാസ്സായ കുട്ടിയല്ലേ. പഠിച്ച ഉടനെ ജോലി എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കടമേടിച്ചിട്ടാണ് ആ ഏജന്റിന് പൈസ കൊടുത്തത്. അവിടെ ചെന്നപ്പോൾ ഏതോ തല്ലിപ്പള്ളി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ്, ജോലിയുമില്ല, ഒരു തേങ്ങയുമില്ല. ഇതിനെയൊക്കെ തൂക്കിക്കൊല്ലണം. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചേട്ടനാ ചായ എടുത്ത് കുടിച്ചേ. Hey, I'm Sunny. അനു, ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. എന്തു പറ്റി? താൻ വരാൻ വൈകിയല്ലോ. അത് വരുന്ന വഴിക്ക് ഓരോ മാരണങ്ങൾ. വണ്ടി ഓടിക്കാനും അറിയില്ല, എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളൂ. Traffic is quite bad today. Anyways, ആ ടൊയോട്ട തൻ്റെതാണോ? യാരിസ് അല്ലേ? അതെന്റെയാ. എന്താ ചോദിച്ചത്? It looks familiar. Do you come here often? വല്ലപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് വരാറുണ്ട്. I see. ഈ കാറിലൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നു? Look at mine. Fast and big. വണ്ടിയുടെ വലിപ്പത്തിലല്ലോ കാര്യം, സൂക്ഷിച്ച് ഓടിക്കുന്നതിലല്ലേ. പിന്നെ സണ്ണി എന്ത് ചെയ്യുന്നു? I'm into construction. I look after my dad's business. How about you? ഞാൻ ഒരു MBA സ്റ്റുഡന്റ് ആണ്. ലുക്കിംഗ് ഫോർ എ ജോബ് നൗ. I have my parents and younger sisters back in Kerala. അവരുടെ കാര്യങ്ങൾ നോക്കണം. കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. Okay. Poor you. ആന്താ സണ്ണി അങ്ങനെ പറഞ്ഞത്? എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? Yeah, whatever. I don't know about that. Anyways, you look good. താങ്ക് യു. സണ്ണി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ കാണാൻ വരുമ്പോ ഇങ്ങനെ മദ്യപിച്ചാണോ വരുന്നത്? ഡേറ്റ് അല്ലേ, കല്യാണമൊന്നല്ലോ. അത് മാത്രമല്ല, സണ്ണി ഡ്രൈവ് ചെയ്തല്ലേ വന്നത്. Isn't it dangerous? Don't you care about the people on the road? I can keep my control even if I'm drunk. അപ്പൊ ശരി എന്നാ, എനിക്ക് പോണം. It's getting late. Wait, what do you think about me?
When are we meeting next? We will meet again. ബ്രോ, നീ അവിടെ എത്തിയായിരുന്നോ? എന്തായി നിന്റെ ഡേറ്റ്? കുഴപ്പമില്ല. She just left. Da, I can't believe I'm saying this. I think I'm falling for her. അവള് കൊള്ളാലോ. They usually fall for my money and flashy lifestyle. ആദ്യമായിട്ടാണ് I met someone who didn't care about any of that. Someone with substance. I think I'm gonna see her again. കേട്ടിട്ടുണ്ട്. പണ്ട് നീ ലതായസ് നായരെ കണ്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞത്. Anyways, I need one more drink. That felt like an interview. ഡീ, അവൻ ഇതുവരെ വന്നില്ലേ? ഓ ഇല്ല, ഇന്ന് ഇനി എത്ര കാലയിലാണോ കേറി വരുന്നത്? ഡി പെണ്ണെ, നിനക്കിന്ന് പഠിക്കാനൊന്നും ഇല്ലേ? What, Mom? ഓ, യു ഗോ അവേ, സ്റ്റഡി. Mummy, English മാത്രം പറയരുത്. ഡാ, ഇന്ന് നീ ഓഫീസിൽ പോയില്ലേ? Sorry, Dad. I woke up with a hangover. അതിപ്പോ എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ ഒരു 10 രൂപ ഉണ്ടാക്കാൻ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? Dad, I got £10 if you really want it. എന്റെ പൊന്നോ, വേണ്ട. നിനക്ക് ഇഷ്ടമുള്ള അപ്പവും മട്ടൺ സ്റ്റൂ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. Bro, wake up. It's already noon. You are so lazy. സഞ്ജു പറ. അളിയ, ചെറിയൊരു പ്രശ്നമുണ്ട്. നീ ആ ന്യൂസ് ഒന്ന് വെച്ചേ. A major collision has closed എടാ, the A34 ഇത് നിന്റെ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. between ഒരു Reading മലയാളി and പെണ്ണാ. Newbury. മലയാളി പെണ്ണോ? Emergency services are at the scene. നീ ഏത് ന്യൂസാ വെച്ചേക്കുന്നത്? Tragically, പെട്ടെന്ന് പ്രവാസി ന്യൂസ് വെക്ക്. confirmed one fatality. They are now നമസ്കാരം. പ്രവാസി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുകെയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഒറ്റപ്പാലം സ്വദേശിനി അനു സുരേഷാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. യുകെയിൽ MBA പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിച്ചു വരികയായിരുന്നു. റെഡിങ്ങിനും ന്യൂബറിയിലും ഇടയിലുള്ള A34 വെച്ചാണ് രാത്രി 9 മണിയോടെ അപകടമുണ്ടായത്. അനു ഓടിച്ചിരുന്ന ടൊയോട്ട യാരിസ് കാർ അപകടത്തിന് ശേഷം റോഡരികിൽ മറിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ടെങ്കിൽ തെംസ് പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒറ്റപ്പാലത്തുള്ള സുരേഷ് വനജ ദമ്പതികളുടെ മൂത്ത മകളാണ് അനു. കേരള ആ യാരിസ് അല്ലേ? അതെന്റെയാ. എന്ത് ചോദിച്ചത്? വണ്ടിയുടെ വലിപ്പത്തിലല്ലോ കാര്യം, സൂക്ഷിച്ചു ഓടിക്കുന്നതിലല്ലേ? We will meet again. എന്താ സണ്ണി എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയത്?